സോ ഹലോ ആൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബയോളജി എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് ഈ 20 ദിവസം കൊണ്ട് എങ്ങനെ ബയോളജി നിങ്ങളുടെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ട് നിങ്ങൾക്കൊരു 330+ അല്ലെങ്കിൽ 320+ മാർക്കൊക്കെ നിങ്ങൾക്ക് ബയോളജിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മളിത് വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ബയോളജി എങ്ങനെ നെഗറ്റീവ്സ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ്സ് ഒക്കെ കുറക്കാൻ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ ബയോളജി എങ്ങനെ ഈ 20 ദിവസം കൊണ്ട് എങ്ങനെ ഫുൾ ടോപ്പിക് എങ്ങനെ കവർ ചെയ്യുക, എങ്ങനെ ഒരു റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോ ജസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വീഡിയോ ഷെയർ ആയിട്ട് കിട്ടുക. നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ ബയോളജി എങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് 20 ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഒരു പക്ക സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് നിങ്ങൾ ഡെയിലി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക വീഡിയോ, നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാകുമ്പോൾ ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് വീഡിയോസ് കാണുന്നതൊക്കെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തില്ല. നിങ്ങൾ ലൈക്ക് ചെയ്താൽ ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഷെയർ ആയിട്ട് കിട്ടുക. സോ നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തില്ല. ഓക്കെ, സോ ഞാൻ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി എന്താ പറയുക ഒരു ക്ലാസ്സും അതുപോലെ തന്നെ നല്ലൊരു സ്റ്റഡി പ്ലാനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷൻ അതുപോലെ ഒരു വെബ്സൈറ്റ് ഞാൻ പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ യുവർ ക്വാറന്റൈൻ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവരുടെ ഒരു വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ അവർക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആപ്ലിക്കേഷനും വെബ്സൈറ്റിലോട്ട് പോലെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് കയറാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവരുടെ മോസ്റ്റ് എക്സ്ക്ലൂസീവ് ഫീച്ചർ എന്താ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഇവർ നല്ലൊരു പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ എന്താണെന്ന് വെച്ചാൽ ഇവർ അടിപൊളി സ്റ്റഡി പ്ലാൻ വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ തന്നെ 2 വർഷത്തെ അതായത് +1 ആൻഡ് +2 സിലബസ് കംപ്ലീറ്റ് ചെയ്യും. വിത്ത് ക്ലാസ്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അടിപൊളി സ്റ്റഡി പ്ലാനും പറഞ്ഞു തരുന്നുണ്ട്. ഡെയിലി നിങ്ങൾ കുറച്ച് സമയം ബയോളജിക്ക് സ്പെൻഡ് ചെയ്ത് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസ് വരുന്ന എല്ലാ ടോപ്പിക്സും കവർ ആകും. ഓൺലി NCERT മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. അതുപോലെ തന്നെ ന്യൂമോണിക്സും കണക്ക് ഇവർ പറഞ്ഞു തരുന്നുണ്ട്. സോ അവരുടെ കോഴ്സസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരുടെ ഒരു അൾട്ടിമേറ്റ്, നിങ്ങളിവിടെ കണ്ടില്ലേ ഒരു അൾട്ടിമേറ്റ് ബയോളജി റിവിഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. സോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ ഒരുപാട് വേറെ കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡെമോ ക്ലാസ് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലാൻ കിൻഡം കണ്ടില്ലേ, ജസ്റ്റ് പ്ലാൻ കിൻഡത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാൻ കിൻഡല്ല ആനിമൽ കിൻഡത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രൊഡക്ഷൻ ടു പോരിഫെറ നിഡേറിയ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് ഈ വാച്ച് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ തീർച്ചയായിട്ടും അവരുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനോട്ട് പോലെ ലിങ്കുകളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ് വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ. ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നീറ്റ് ഇനി എഴുതുന്നവർക്കൊക്കെ ഒരുപാട് ബയോളജിയിൽ ഒരുപാട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു അടിപൊളി പ്ലാനാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതാണ് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യാനുള്ള കാര്യം. സോ ജസ്റ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും അതുപോലെ തന്നെ നമ്മളെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്ക് നമ്മുടെ കണ്ടന്റിലോട്ട് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ 20 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ്. പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഷോർട്ട് നോട്ട് മൈൻഡ് മാപ്പ് എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു പ്ലാനിൽ അതൊക്കെ യൂസ് ചെയ്യണം. എന്നാലൊരു ടോപ്പിക്സ് തീരുക. അതൊക്കെ നമ്മൾ ഈ ഷോർട്ട് നോട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ടെലഗ്രാം ചാനലോ അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിലും വാട്സപ്പിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് ഷോർട്ട് നോട്ടൊക്കെ ഓൾറെഡി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് അതൊക്കെ ഗ്രാബ് ചെയ്യാം. ഓക്കെ, റെഡി. സോ അടുത്തതായിട്ട് പറയാനുള്ളത് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ് റിപ്പീറ്റേഴ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ 12th കംപ്ലീറ്റ് സ്റ്റുഡൻസ്. ഓക്കെ, നിങ്ങൾക്ക് നീറ്റിൽ നല്ലൊരു സ്കോർ ഒരു 320+ ബയോളജിയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് നീറ്റിൽ തന്നെ ഒരുപാട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, റെഡി. സോ എങ്ങനെയാണ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുക, റിവിഷനും പറഞ്ഞു തരുന്ന റിവിഷൻ പക്ക റിവിഷൻ വിത്തിൻ 30 മിനിറ്റിനുള്ളിൽ തന്നെ വിത്തിൻ 5 ചാപ്റ്റർ അല്ലെങ്കിൽ 6 ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ റിവിഷൻ ചെയ്ത് കഴിയും. അതിനുള്ള എല്ലാ ടിപ്പും പറഞ്ഞു തരുന്നുണ്ട്. സോ അതൊക്കെ ഞാൻ ചെയ്ത മെത്തേഡാട്ടോ, അല്ലാതെ വേറെ ആരും എനിക്ക് പറഞ്ഞു തന്നതല്ല. നിങ്ങൾക്ക് എന്താ പറയുക, അതായത് നീറ്റൊക്കെ കിട്ടിയവർ പറയുന്ന സ്റ്റഡി പ്ലാൻസ് ഒക്കെ യൂസ് ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ അവർക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് അവർ പഠിച്ചത് എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ കഴിഞ്ഞ വർഷം പഠിച്ച ഓരോ ട്രിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ എന്നാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ, റെഡി. സോ എന്താണെന്ന് വെച്ചാൽ ഡെയിലി 5 മണിക്കൂർ 5 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7 മണിക്കൂർ നിങ്ങൾ ബയോളജിക്ക് സ്പെൻഡ് ചെയ്യുക. അതെങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, ജസ്റ്റ് 5 കൊടുത്തുള്ളൂ. ജസ്റ്റ് നിങ്ങൾ 7 ഹവേഴ്സോളം സ്പെൻഡ് ചെയ്യണം. എന്നാലോട് ഒക്കെ സെറ്റായിട്ട് മാറുക. ബാക്കിയുള്ള സമയമൊക്കെ നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ് യൂസ് ചെയ്യാം. ഇത് ഒരിക്കലും നമ്മൾ ഇതിന് മുന്നേ ഇട്ട വീഡിയോയുമായിട്ട് കമ്പയർ ചെയ്ത് എക്സ്ക്ലൂസീവ്ലി ഡിഫറൻറ്റ് വീഡിയോ ആണ്. ഓക്കെ, ഒരിക്കലും ആ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യം, അതിന് പക്ക ഡിഫറൻറ്റ് പ്ലാനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ,
റെഡി. സോ ഒരു 320 മാർക്കൊക്കെ നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 320 മാർക്കൊക്കെ നിങ്ങൾക്ക് ബയോളജിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അഷ്യൂർ ചെയ്യാൻ പറ്റും. 320 മാർക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാൻ വഴി. പിന്നെ നമ്മൾ അതായത് പിന്നെ ഈ ഒരു പ്ലാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ, വിത്തിൻ 45 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ബയോളജി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീരും എക്സാമിന്. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി യൂട്ടിലൈസ് ചെയ്യും. ഒരുപാട് സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് വാച്ച് ചെയ്യാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് യുവർ ക്വാറന്റൈൻ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അത് വേറെ കാര്യം പറയാനുള്ളത് NCERT ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് അവർ ക്ലാസ്സസ് എടുക്കുന്നത്. ഓക്കെ, NCERT സ്ക്രീനിൽ വെച്ചിട്ട് അതാണ് അവർ ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. സോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് നമ്മൾ ടെലഗ്രാമിൽ വാട്സപ്പിൽ അത് നമ്മൾ ഷോർട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് നെഗറ്റീവ്സ് കുറക്കാന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നമ്മൾ സ്റ്റഡി പ്ലാൻ പറയുന്നുണ്ട്, അതിനെ ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രോ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നെഗറ്റീവ്സ് കുറക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നെഗറ്റീവ്സ് കുറക്കുക വെച്ചാൽ. ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യും, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇപ്പോൾ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ബയോളജിയിൽ ഉള്ളത്. ചെറിയ ക്വസ്റ്റ്യൻസ്, അതായത് 1 വേർഡിൽ ഇപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 1 വേർഡിൽ നമുക്ക് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് അതായത് അസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, അതും ലെങ്തിന്റെ അണ്ടർലൈൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അത് ഈ ഒരു 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ഒരു പെർ ചാപ്റ്റർ ഒരു 50 to 60 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഇതൊക്കെ ബയോളജി ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് തീരും അല്ലേ. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്നത് ബയോളജി, തീർച്ചയായിട്ടും ബയോളജി തന്നെ ആയിരിക്കും. ബയോളജി ആയിരുന്നു, കാരണം ഓപ്ഷൻസ് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് മാറും. സെയിം ഓപ്ഷൻസ്, അതായത് നമുക്ക് എല്ലാ ആൻസറും കറക്റ്റ് ആണെന്ന് തോന്നും. ഓക്കെ, അപ്പോൾ പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് നാളെ 5 മിനിറ്റ് കൊണ്ട് റിവിഷൻ ചെയ്ത് തീരും. അതായത് പറഞ്ഞത് വിത്തിൻ ഒരു ദിവസം നിങ്ങൾക്ക് 6 ചാപ്റ്റർ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും. അതായത് ഇന്നത്തെ ടോപ്പിക്ക് നാളെ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ റിവിഷൻ ചെയ്യും. അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയാൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ ഫുൾ റിവൈസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഓൾറെഡി. സോ അപ്പോൾ ഷെഡ്യൂളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും തന്നെ ഇത് ഒരു പെൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് എഴുതി വെക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. +2 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ആയിട്ട് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. ഓക്കെ, ഇത് ഇത്രയും ആയിട്ട് കോച്ചിങ്ങിന് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ബയോളജിയിൽ തന്നെ ഒരുപാട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്റ്റഡി പ്ലാനാണ് പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കാര്യം മാത്രം ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ടെലഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 6 മണി മുതൽ 6:30 വരെ റിവിഷൻ ആണ്. ഞാൻ പറഞ്ഞില്ല റിവിഷൻ ഏതൊക്കെ ചാപ്റ്ററാണ് എങ്ങനെയൊക്കെയാണ് റിവിഷൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അതായത് ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മിനിറ്റ് വെച്ചിട്ട് ഒരു ചാപ്റ്റർ 5 മിനിറ്റ് വെച്ചിട്ട് റിവൈസ് ചെയ്യുക. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത, അതായത് ഒരു ചാപ്റ്റർ റീഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഹൈലൈറ്റ് ചെയ്ത കാര്യം മാത്രം റീഡ് ചെയ്യുക. ശരിക്കും നിങ്ങൾ 5 മിനിറ്റ് ഒന്നും വേണ്ട, ഹൈലൈറ്റ് ചെയ്ത കാര്യം റീഡ് ചെയ്യണം. അത് മാത്രം റീഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാം. മൈൻഡ് മാപ്പ് നമ്മൾ ടെലഗ്രാമിലുണ്ട്. ഓക്കെ, അത് അങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത്. ഒരു 5 മിനിറ്റിനുള്ളിൽ ചാപ്റ്റർ, അത് ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ 5 മിനിറ്റ്, വലുതാണെങ്കിൽ 10-15 മിനിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, റെഡി. പിന്നെ 6:30 മുതൽ 8:30 വരെ ചാപ്റ്റർ റീഡ് ചെയ്യുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചാപ്റ്റേഴ്സ് റീഡ് ചെയ്യുക. ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് ആ ചാപ്റ്റർ റീഡ് ചെയ്യുക. അല്ലെങ്കിൽ ക്ലാസ് ആണോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ ക്ലാസ്സും കേൾക്കാൻ പറ്റും. ഓക്കെ, അത് നിങ്ങളിഷ്ടം. ചാപ്റ്റർ റീഡ് ചെയ്യുക. 2 മണിക്കൂർ നമുക്ക് അപ്പോൾ ബയോളജിക്കായിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ 15 മിനിറ്റ് ബ്രേക്കൊന്നും നമ്മൾ ആദ്യത്തെ സ്റ്റഡി പ്ലാൻസിലൊക്കെ നമ്മൾ ഒരുപാട് ബ്രേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ഇതിനുള്ള സമയമില്ല, ഷെഡ്യൂൾ വളരെ ടൈറ്റാണ്, നീറ്റിന് കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീർത്തിട്ട് ഒരു 8:45 വീണ്ടും കയറുക. 10:45 വരെ നിങ്ങൾ അടുത്ത പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10:45 വരെയാണ് അടുത്ത പ്ലാന്. ചാപ്റ്ററിനെ റീഡ് ചെയ്യേണ്ടത്. പിന്നെ 11 to 1, അതായത് 10:45 മുതൽ 11 മണി വരെ ഒരു ബ്രേക്ക്. 11 to 1 വരെ 2 മണിക്കൂർ നിങ്ങൾക്ക് വീണ്ടും ചാപ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് NCERT വേറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് അല്ല, നിങ്ങൾ അതായത് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ 1:30 മുതൽ, അതായത് 1 മണി മുതൽ 1:30 വരെ നിങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുക, കുളിക്കുക, ഒക്കെ പെട്ടെന്ന് തീർക്കുക. ഓക്കെ, അതിനുള്ള സമയം വേസ്റ്റ് ആക്കാനില്ല. ഇനി ഇപ്പം നീറ്റ് ആവാനായല്ലോ. 1:30 മുതൽ 2:30 വരെ ഏകദേശം 1 മണിക്കൂർ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 7 മണിക്കൂർ നിങ്ങൾക്ക് ഈ ഒരു ബയോളജി നിങ്ങൾക്ക് ഇങ്ങനെ റിവൈസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, റെഡി. സോ ഫ്രം വെർ യു വിൽ ഗെറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ കിട്ടും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫിനാൻഷ്യലി പൂർ ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് പേര് ഇത് വാച്ച് ചെയ്യുന്നുണ്ടാകും, തീർച്ചയായിട്ടും എനിക്കറിയാം. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ഓൺലൈനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ യൂസ് ദ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, ഓൺലൈനിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഏതാ വെബ്സൈറ്റ് വേണ്ടത് നോക്കി നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ഗ്രൂപ്പിൽ കയറാം, എന്നിട്ട് എനിക്ക് മെസ്സേജ് ഇടാം. ഓക്കെ, സോ നമ്മൾ തീർച്ചയായിട്ടും അതിൽ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ടെലഗ്രാമിൽ വാട്സപ്പിലൊക്കെ ഉണ്ട്. അതിലായിട്ട് സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ മതി. അവർ ചെയ്യുന്ന
ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ഓക്കെ റെഡി. സോ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ബുക്ക്, അതായത് നിങ്ങളിപ്പോൾ റിപ്പീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്ത ബുക്ക് ഉണ്ടെങ്കിൽ അതെടുത്ത് ചെയ്യുക. ഓക്കെ, വേറെ പുതിയ ബുക്കിലോട്ട് ആരും പോകരുത് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പുതിയ ബുക്കിലോട്ട് ആരും പോകരുത്. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം PYQs ചെയ്യണം. ബയോളജിക്ക് ഒരിക്കലും നിങ്ങൾ PYQs ചെയ്യരുത്. ഓക്കെ, ബയോളജി ഒരുപാട് ഔട്ടുകളുണ്ട്. പഴയ പേപ്പേഴ്സ് എടുക്കുമ്പോൾ ഒരുപാട് ഔട്ടുകളുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത സിലബസ് ഉണ്ട്. ഒരിക്കലും PYQs ഇപ്പം ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇപ്പം അതിനുള്ള സമയമല്ല. നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇപ്പം അതിനുള്ള സമയമല്ല. PYQs അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബുക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ ചില ബുക്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ അടിയിൽ നിങ്ങൾ ടിക്ക് എടുക്കും, അല്ലെങ്കിൽ ആൻസേഴ്സ് ടിക്ക് എടുക്കും, ഓപ്ഷൻസ് ടിക്ക് എടുക്കും. ആ ബുക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ട. ഓക്കെ, അങ്ങനെ അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഓപ്ഷൻസ് ടിക്ക് ചെയ്യാൻ പാടില്ല. എങ്ങനെയാണ് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് 1 2 3 4 5 5 ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ A, ഓപ്ഷൻ B ആൻസർ നിങ്ങൾ ഇതിൽ ടിക്ക് ചെയ്ത് പോകും. 5 കഴിഞ്ഞിട്ട് കറക്റ്റ് ആണോ നോക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട. അല്ലാതെ നിങ്ങൾ ആ ആൻസറിൽ അതേ ഓപ്ഷനിൽ ടിക്ക് ചെയ്യാൻ പാടില്ല. വേറെ പേപ്പർ എടുത്തിട്ട് എഴുതിയിട്ട് അങ്ങനെ പോകുക. അല്ലെങ്കിൽ ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മൂഡ് ഉണ്ടാവില്ല. ഓക്കെ, അതൊക്കെ എനിക്ക് പറ്റിയൊരു ഇതാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്, അല്ലാതെ വേറെ ആരും പറഞ്ഞു തന്നൊന്നുമല്ല. ഓക്കെ റെഡി. ഇനി ഹൗ ടു റീഡ് NCERT. NCERT എങ്ങനെയാണ് റീഡ് ചെയ്യുക? അതായത് നിങ്ങളിപ്പോൾ ഇതിപ്പോൾ ഒരു NCERT ഒരു സെൻറ്റൻസ് ആണെന്ന് കൂട്ടാം. ഓക്കെ, എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ റീഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് നിങ്ങളിങ്ങനെ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ റീഡ് ചെയ്യുക. ഇങ്ങനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ പാസീവായിട്ട് നിങ്ങൾ നോക്കി റീഡ് ചെയ്യാതെ ജസ്റ്റ് പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് റീഡ് ചെയ്യുക. ഒരു അണ്ടർലൈൻ ഇങ്ങനെ പോകുക. അങ്ങനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഈ സെൻറ്റൻസ് നിങ്ങളെ മൈൻഡിൽ പിടിക്കും. അതൊക്കെ ഒരു സയൻറ്റിഫിക്കലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഞാനൊക്കെ അങ്ങനെ ചെയ്തിരുന്ന സ്റ്റുഡൻ്റാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം ഹൈലൈറ്റ് ചെയ്യുക. റിവൈസ് ചെയ്യുമ്പോൾ അത് റിവൈസ് ചെയ്യുക. 5 മിനിറ്റിനുള്ളിലാണ് ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യം ഹൈലൈറ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതായത് നിങ്ങൾ മറന്നു പോകുന്ന കാര്യം മാത്രം ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ റിവിഷൻ ചെയ്യുന്ന നേരത്തെ ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യം വായിക്കുക. ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. സോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്, പറഞ്ഞില്ല, ചെറിയൊരു വീഡിയോ ആണ്. സോ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ഒന്നുമല്ല നീറ്റ്. കാര്യം എന്ന് വെച്ചാൽ 25 ലക്ഷം കുട്ടികൾ നീറ്റ് എഴുതുന്നുണ്ട്. ഓഫ് കോഴ്സ് അത് ഒരുപാട് സ്റ്റുഡൻസ് എഴുതുന്നുണ്ട്. ഞാൻ പഠിച്ചപ്പോൾ 22 lakhs-ഓളം സ്റ്റുഡൻസ് നീറ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടിയത് നമുക്കൊരു പ്രശ്നമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവരൊന്നും പഠിക്കുന്നില്ല. +2 കഴിഞ്ഞ് ഡയറക്റ്റ് എഴുതുന്നവരാണ് മെജോറിറ്റി. ആകെ അതിൽ 2 ലക്ഷം കുട്ടികളൊക്കെ നല്ലോണം പഠിക്കുന്നുണ്ടാവുള്ളൂ. സോ അതിലൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അത് സിമ്പിളാണ്. സോ നിങ്ങൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഞാനൊക്കെ ഇതുപോലെ തന്നെയാണ് നീറ്റ് ക്രാക്ക് ചെയ്തത്. ഓക്കെ, ഞാൻ എൻ്റെ മാർക്കൊക്കെ വേണമെങ്കിൽ റിവീലിംഗ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ അതിനുള്ള സമയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ലാസ്റ്റ് 7 days സ്റ്റഡി പ്ലാനൊക്കെ നമ്മൾ വരുന്നുണ്ട്. സോ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക, ബയോളജിയൊക്കെ സെറ്റാക്കിയിട്ട് പഠിക്കുക. So all the best guys.